ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന പ്രധാനപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷനുകളാണ് CPO അതുപോലെ തന്നെ WCPO അല്ലേ. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്നലെ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഈ സെഷനിൽ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ CPO ആണ്. അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 563/2025 ആണ് കേട്ടോ. അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 14/1/2026 ആണ്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കറിയാം കേരള പോലീസാണ്. അതുപോലെ തന്നെ നെയിം ഓഫ് പോസ്റ്റ് വരുന്നത് പോലീസ് കോൺസ്റ്റബിൾ ആണ് കേട്ടോ. പോലീസ് കോൺസ്റ്റബിൾ എന്നതാണ് നെയിം ഓഫ് പോസ്റ്റ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, പുരുഷന്മാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഇത് CPO എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ സ്കെയിൽ ഓഫ് പേ വരുന്നത് എത്രയാണ്? 31,100 മുതൽ 66,800 വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ നെയിം ഓഫ് ഡിസ്ട്രിക്ട് ആൻഡ് പോലീസ് ഡിസ്ട്രിക്ട് കമ്മിങ് അണ്ടർ ദ ബറ്റാലിയൻ്റെ പേരെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് ഏത് ബറ്റാലിയനിലാണോ നമ്മൾ അപേക്ഷിക്കേണ്ടതാണ് കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ബറ്റാലിയനിൽ മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വരുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ 29 വയസ്സും അതുപോലെ തന്നെ SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 31 വയസ്സുമാണ് ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ് എന്ന കാര്യം ഓർക്കുക. +2 ഓർ ഇറ്റ്സ് ഈക്വലൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. +2 യോഗ്യതയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് കേട്ടോ. അതുപോലെ ഓർക്കുക, ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഹൈറ്റ് വരുന്നത് 168 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ ചെസ്റ്റ് എന്ന് പറയുന്നത് 81 സെൻറ്റിമീറ്ററുമാണ് എന്ന കാര്യം ഓർക്കുക കേട്ടോ. അതുപോലെ തന്നെ ഐസൈറ്റ്, വിഷൻ അതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇവൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ 8 ഇവൻറ്റ്സ് ഉണ്ട്. അതിൽ 5 എണ്ണമെങ്കിലും പാസ്സായിരിക്കണം എന്ന കാര്യവും ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് WCPOയെ കുറിച്ച് നോക്കാം. ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 550/2025 ആണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ഇത് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റും സെയിം ആണ്. ഏതാണ്? 14/1/2026 വരെയാണ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസാണ്. നെയിം ഓഫ് പോസ്റ്റ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആണ്. ഓർക്കുക, സ്കെയിൽ ഓഫ് പേ 31,100 മുതൽ 66,800 വരെയാണ് കേട്ടോ. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഇതിലും ഹയർ സെക്കൻഡറി +2 ആണ് കേട്ടോ. ഓർത്തിരിക്കുക, +2 ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഫിസിക്കൽ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഹൈറ്റ് 157 സെൻറ്റിമീറ്റർ ആണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ആളുകൾക്കാണെങ്കിൽ 150 സെൻറ്റിമീറ്റർ മതി കേട്ടോ. അതുപോലെ തന്നെ ഐസൈറ്റ് അതിനെക്കുറിച്ചെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻറ്റ് ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 8 ടെസ്റ്റുകളാണുള്ളത്. അതിൽ 5 എണ്ണമെങ്കിലും നമ്മൾ പാസ്സായിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ പ്രധാനപ്പെട്ട CPO WCPO നോട്ടിഫിക്കേഷനാണിത്. ഇത് കൃത്യമായിട്ട്, അതായത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ഇത് അപ്ലൈ ചെയ്യുക. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ CPO പുരുഷന്മാർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നിരവധി നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ നോട്ട് ചെയ്ത് മനസ്സിലാക്കി നമ്മൾ അപ്ലൈ ചെയ്യുക കേട്ടോ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ CPO WCPO അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ അപ്ലൈ ചെയ്യുക. നമ്മൾ അപ്ലൈ ചെയ്യാൻ വൈകരുത്. നമ്മൾ എത്രമാത്രം ഡേയ്സ് മാറ്റി വയ്ക്കുന്നു, അതായത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കൃത്യസമയത്ത് തന്നെ അപ്ലൈ ചെയ്യുക. നമ്മൾ അപ്ലൈ ചെയ്യാൻ വൈകും തോറും ദിവസങ്ങൾ കടന്നു പോകും. നമ്മൾ ലാസ്റ്റ് ചിലപ്പോൾ ഓർത്തെന്ന് പോലും വരില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 14/1/2026 ആണ്. കൃത്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്നവർക്കായിട്ട് മിൻറ്റിൽ കർമ്മ എന്നൊരു കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. കർമ്മ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എന്നാണ് കേട്ടോ പേര്. അപ്പോൾ നല്ല രീതിയിൽ ചിട്ടയായിട്ട് ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെയൊക്കെ പഠിച്ച് മുന്നോട്ട് വന്നാൽ മാത്രമാണ് നമ്മുടെ സ്വപ്നം കാണുന്ന റാങ്കിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കർമ്മ എന്ന കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് ഇതെല്ലാം അവൈലബിൾ ആണ്. ടെസ്റ്റ് സീരീസ് ഈ ബുക്ക്
ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും വേഗം തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്